പാഠം 590. തന്ത്രപരമായ ചില നീക്കങ്ങൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എനിക്ക് ഓർമ്മയുണ്ട്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? കെ മോഹനകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ പിന്നാലെ മാറ്റമുണ്ടോ? ശരി സാർ. മോനേട്ടാ, എനിക്ക് 2000 രൂപ വേണേ. 2000 എന്തിന്? കൊള്ളാലോ, വലിയ ഓർമ്മയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് മറന്നുപോയോ? ഞായറാഴ്ച ഗായത്രിയുടെ കല്യാണമല്ലേ, എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങണ്ടേ? ഗായത്രിയോ? ഏത് ഗായത്രി? ഓർഡർ എന്നെ കളിയാക്കുക. ഗായത്രിയുടെ കല്യാണം അവളുടെ അച്ഛൻ ഇവിടെ വന്നല്ലേ വിളിച്ചത്. സമയം കിട്ടുകയാണെങ്കിൽ വരാന്ന് മോഹനോട് പറയുകയും ചെയ്തു. ഓ, നിന്റെ വീടിനടുത്തുള്ള ഗായത്രി. ആ കല്യാണം എന്നാ പറഞ്ഞേ? വരുന്ന ഞായറാഴ്ച 29-ാം തീയതി. അയ്യോ അയ്യോ, 29 നടക്കില്ല. കല്യാണത്തിന് നീ ഒറ്റയ്ക്ക് പോയാൽ മതി. മോഹനേട്ടാ, മോഹനേട്ടാ അന്ന് പറഞ്ഞല്ലേ എന്റെ കൂടെ വരാന്ന്. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ വരാമെന്ന്. സമയമില്ല, അതാ പറഞ്ഞ. വരാൻ പറ്റില്ല. എന്താണ് സമയമില്ലാത്തത്? മോഹനേട്ടന് ഞായറാഴ്ചയും ഓഫീസിൽ പോണോ? ആഫീസിൽ പോണ്ട, പക്ഷേ വേറെ 1-2 കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ. ഗായത്രി കല്യാണത്തിന് നീ ഒറ്റയ്ക്ക് പോയാൽ മതി. പ്രസന്റേഷൻ ഇല്ലാതെ നമുക്ക് പോവാം. ഞാൻ കൈ വീശി കല്യാണത്തിൽ ചെല്ലുമ്പോ ഇതെന്താണ് ഭാമ ഇങ്ങനെ വന്നതെന്ന് നാട്ടുകാരും ചിന്തിക്കില്ല. മോഹനേട്ടന്റെ സ്വഭാവത്തെ പറ്റി നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാലോ. ഭാമേ, കല്യാണത്തിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. എനിക്ക് പിശുക്കായത് കൊണ്ടാണ് എന്ന് നീ വരുത്തി തീർക്കാൻ നോക്കണ്ട. കാരണം സമ്മാനം വാങ്ങാൻ 500 രൂപ ഞാൻ തരാം. ആ പൈസക്ക് കിട്ടുന്ന സമ്മാനം പഠിച്ചു പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പോവില്ല. മോഹനേട്ടൻ എന്റെ കൂടെ വന്നേ പറ്റൂ. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞില്ലേ? മോഹനേട്ടാ, ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആളുകൾക്ക് ചോദിക്കില്ലേ മോഹനേട്ടൻ എവിടെന്ന്? ഞാൻ കാശിക്ക് പോയി പറഞ്ഞാൽ മതി. മോഹനേട്ടാ, ഇത് മോശമാണേ. ഗായത്രിയുടെ അച്ഛൻ കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോഴേ വലിയ പ്രതീക്ഷയോടെ ഞാൻ നോക്കിയിരിക്കുക. എന്റെ പഴയ കൂട്ടുകാരും നാട്ടുകാരും എല്ലാം അവിടെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ഒരുമിച്ചിട്ട് നാളെ എത്രയും മോഹനേട്ടാ. മോഹനേട്ടനെ കൂട്ടി അവരുടെ മുന്നിൽ ചെല്ലുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇനി ഒരിക്കലും നമുക്ക് പോവാം. വേണ്ട, ഇത്തവണ മോഹനേട്ടൻ വന്നേ പറ്റൂ. മോഹനേട്ടാ, ഞാൻ അത്രയ്ക്ക് മോഹിച്ച ഒരു കാര്യത്തിന് മോഹനേട്ടൻ എതിർ നിന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനല്ല. ഒരു ഭാര്യയായി പോയതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനി ഒരു തർക്കം വേണ്ട മോഹനേട്ടാ. ഞാനൊരു കാര്യം തീർത്തും പറയാം. ഗായത്രിയുടെ കല്യാണത്തിന് പോവുക എന്നത് എന്റെ വലിയൊരു മോഹമാണ്. അതിന് മോഹനേട്ടൻ തടസ്സം നിൽക്കരുത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ട് എന്ന് ഓർത്തേ അത് ചെയ്യാവൂ. എന്നാലും തകൽസദാർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ശശിപാലൻ ചേട്ടാ. എന്തായിരിക്കും സംഭവം? മോഹനേഷ സാറിന് ജോലിയിൽ ഒരു അബദ്ധം പറ്റുമെന്ന് വിശ്വസിക്കാൻ വയ്യ. അപ്പൊ പിന്നെ വേറെ എന്തോ പ്രശ്നമാണ്. എന്നാലും ആദ്യമായിട്ടാ തകൽസദാർ മോഹനേഷ് സാറിനെ കുറ്റം പറയുന്ന കേൾക്കുന്നത്. കാര്യമായിട്ട് എന്തോ സംഭവിച്ചെന്നുള്ള ഉറപ്പാ. സാറ് വന്നാലേ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റൂ. എന്താണ് വലിയ ചർച്ച? അല്ല സാർ, തകൽസദാർ വിളിച്ചിരുന്നു. സാറിന്റെ വീട്ടിൽ വിളിച്ചപ്പോ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വക്കീൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഇവിടെ വിളിച്ചത്. എനിക്ക് കാര്യം മനസ്സിലായി. കനാലിന്റെ സ്ഥലമെടുക്കാനുള്ള പദ്ധതിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചിരുന്നു. ഇന്നലെ തന്നെ ഞാനത് കൊടുക്കുകയും ചെയ്തു. അത് തഹസിൽദാർക്ക് ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ടാണ് ഫോൺ വിളിച്ചത്. തഹസിൽദാർക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് സാർ. എന്താ? തഹസിൽദാർ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനാ ഫോൺ എടുത്തത്. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാനാണോ സാറിന് ശമ്പളം തരുന്നു ചോദിച്ചു. പിന്നെയും കുറെ വഴക്ക് പറഞ്ഞു സാർ. ഇങ്ങനെയാണെങ്കിൽ സാറിനെതിരെ തഹസിൽദാർ നടപടിയെടുക്കും. ഈയിടായി സാറിന് ജോലിയിലൊന്നും ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞു. രാവിലെ തോമസ് ഊട്ടി ബൈക്കിൽ നിന്ന് വീണ ആശുപത്രിയിലായി. അവനെ ഒന്ന് കാണാൻ പോവാ. കെട്ടിയോളുമാർ പ്രാഗിയതാണ് സാറേ. സൂക്ഷിച്ച് ജീവിക്കുന്നതാ നല്ലത്.
മോഹനേട്ട ഞാൻ അത്രയ്ക്ക് മോഹിച്ച ഒരു കാര്യത്തിന് മോഹനേട്ടന് എതിര് നിന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനല്ല. ഒരു ഭാര്യയായി പോയതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്ത് സഹിച്ചതാ? ഇനി ഒരു തർക്കം വേണ്ട മോനേട്ടാ. ഞാനൊരു കാര്യം തീർത്തും പറയാം. ഗായത്രിയുടെ കല്യാണത്തിന് പോവുക എന്നത് എന്റെ വലിയൊരു മോഹമാണ്. അതിന് മോഹനയുടെ തടസ്സം നിൽക്കരുത്. ദൈവം എന്നൊരാൾ മുകളിലുണ്ട് എന്ന് ഓർത്തേ അത് ചെയ്യാവൂ. താലൂക്ക് ഓഫീസിലേക്ക് പോയിട്ട് കാര്യമില്ല.